യഥാർത്ഥ ശാന്തിയും സന്തോഷവും സംതൃപ്തിയും നൽകുന്നതാണ് നമ്മൾ ആദ്യ സ്ഥാനം കൊടുക്കേണ്ടത്. അവയാണ് ഏറ്റവും പ്രധാനം. അങ്ങനെ ആയാൽ എല്ലാത്തിനും നമുക്ക് ഉൾക്കൊള്ളാനും സാധിക്കും. ആവശ്യമില്ലാതെ ഒന്നും വേസ്റ്റാകത്തതില്ല. നമ്മളെയും ലോകത്തെ നമുക്ക് മാനേജ് ചെയ്യാൻ സാധിക്കും. ഒന്നീ ആത്മീയത അല്ലെങ്കിൽ ഈശ്വര സ്മരണയ്ക്ക് വേണ്ടി ദിവസവും ഒരു നിശ്ചിത സമയം മാറ്റിവെക്കേണ്ട അത്യാവശ്യമാണ്. അതോടൊപ്പം തന്നെ നമ്മുടെ കടമകളും കർത്തവ്യങ്ങളും നിർവഹിക്കണം. നിസ്വാർത്ഥമായി മറ്റുള്ളവർക്ക് വേണ്ടി അല്ലെങ്കിൽ ലോകത്തിന് വേണ്ടി നമുക്ക് എന്ത് ചെയ്യാൻ കഴിയുമെന്നത് പ്രധാനമാണ്. മറ്റുള്ളവർക്ക് സന്തോഷം എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യാം. കുറച്ച് നല്ല വാക്കോ ആശ്വാസം വാക്കോ എന്തെങ്കിലും ഒരു കാര്യങ്ങൾ. ശരിക്ക് നമുക്ക് മുന്നോട്ട് പോകേണ്ട കാട് തെളിക്കുകയാണ്, വഴിവെട്ടുകയാണ് അതിൽ കൂടി ചെയ്യുന്നത്. മറ്റുള്ളവർക്ക് വേണ്ടി ഏതെങ്കിലും ഒരു കാര്യം. ഭാഗവതത്തിനെ പറയുന്ന ഒന്നും ചെയ്യാനില്ലെങ്കിൽ അടുത്ത വീട്ടിലെ പശുവിന് കുറച്ച് പുല്ലെങ്കിലും വെച്ച് കൊടുക്കണം. എന്താണ് പറയുന്നത്? അതുകൂടി അതൊരു കണ്ണാടിയാണ്, നമ്മളെ കാണാനുള്ള കണ്ണാടിയാണ്. നമ്മുടെ വൈരൂപ്യത്തെ മാറ്റി സൗന്ദര്യമാക്കുന്ന കണ്ണാടിയാണ്. കുടുംബമാണെങ്കിൽ നമ്മുടെ പ്രിയപ്പെട്ടവരോടൊപ്പം പങ്കുവയ്ക്കാൻ നമ്മൾ സമയം കണ്ടെത്തണം. ഭാര്യയുണ്ട്, കുട്ടികളുണ്ട്, എൻ്റെ ഭർത്താവുണ്ട്, കുട്ടികളുണ്ട്. അല്പസമയം ഒന്നിച്ചിരുന്ന് എന്തെങ്കിലും ഒന്ന് കളിക്കുക, ഏതെങ്കിലും ഒരു ചെറിയ കളി ഒന്നിച്ചിരുന്ന് കളിക്കുക, അല്ല ഒന്നിച്ചിരുന്ന് എന്തെങ്കിലും ഒരു കഥ പറയുക, അങ്ങനെ ഒന്നിച്ച് കുറച്ച് സമയം ഇരിക്കുക. അപ്പോൾ അതൊരു കുടുംബത്തിലൂടെ ഒരു സന്തോഷം പങ്കുവയ്ക്കുന്നതാണ്. ഇങ്ങനെ ചെയ്തില്ലെങ്കിൽ പിന്നെ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെലവഴിക്കാൻ നമുക്ക് സമയം കിട്ടില്ല. അപ്പോഴത്തേക്ക് നമ്മുടെ എല്ലാം ഓർമ്മയും നഷ്ടപ്പെട്ട് കാണും, സംസാരവും നഷ്ടപ്പെട്ട് കാണാം. അതാണ് ഇന്നത്തെ ലോകം. എത്ര വയസ്സാകും ഓർമ്മ നഷ്ടപ്പെടുകയാണ്, നടക്കാൻ വയ്യ, എല്ലാം പറയും. ഇതൊക്കെ പല മക്കളും ഭക്തന്മാരെന്ന് പറയാറുണ്ട്. ആയുസിൽ കിടക്കുമ്പോൾ ഇതൊക്കെ ചിന്തിക്കാൻ പറ്റും. ദേഷ്യമുള്ളവരോട് അയ്യോ അവരെ സ്നേഹിക്കാൻ പറ്റിയെങ്കിൽ, അവരോട് ക്ഷമ പറ്റിയെങ്കിൽ എന്നൊക്കെ ചിന്തിക്കുമെന്ന് പറയും. അപ്പം അവിടെ കിടന്നിഞ്ചിട്ട് എന്താ കാര്യം? നമ്മളത് ശരി ചിന്തിക്കുന്നതല്ല, ഇറങ്ങി വരുമ്പോഴെങ്കിലും ഓർക്കണം. പക്ഷെ ഇറങ്ങി വരുമ്പോൾ അത്ര ഓർമ്മയില്ല, എന്നാലും കുറച്ചൊരു വ്യത്യാസം കാണാം. ഏത് നിമിഷവും നമ്മുടെ ജീവൻ പോകാം. അപ്പം നമ്മൾ വെറും മന്ത്രിയെ പോലെ നുണ മാത്രം പറഞ്ഞ് പങ്കുവയ്ക്കാതെ സത്സംഗങ്ങൾ പറയാം, രാമായണ കഥകളും മഹാഭാരതങ്ങളും എന്തെങ്കിലും നല്ല കാര്യങ്ങൾ പറഞ്ഞ് പങ്കുവയ്ക്കുക. ഈശ്വരനെ കണ്ടാൽ വിശ്വസിക്കുക എന്ന് പറയും. എന്നാൽ കൊതി ഞുണയൊക്കെ കേട്ടാൽ തന്നെ വിശ്വസിക്കും. കേട്ടാൽ മതി വിശ്വസിക്കും. ആ കൊതി ഞുണയും കേട്ട് ബന്ധങ്ങളകലുക, ഭാര്യ ഭർത്താവിനെ ഉപേക്ഷിക്കുക, ഭർത്താവ് ഭാര്യയെ ഉപേക്ഷിക്കുക, സഹോദരൻ സഹോദരനെ പഠിപ്പിക്കുക, സഹോദരിയെ പഠിപ്പിക്കുക. ഇങ്ങനെ എന്തെല്ലാം സംഭവങ്ങളാണ് കലഹം നടക്കുന്നത്. ഇത് വളരെ കൂടി വരിക. അവനെ എങ്ങനെ പിടിപ്പിച്ച് കരയിച്ച് ദുഃഖിപ്പിച്ച് മുള്ളും നിറഞ്ഞ കാടുകൾ മാത്രം വലിച്ചു വാരി ചപ്പും ചവറ് വാരി കൂട്ടി അത് ചീഞ്ഞളിഞ്ഞ് ആ വെള്ളം തന്നെ നമ്മൾ കുടിക്കേണ്ടി വരും. ആ ചീഞ്ഞളിഞ്ഞ് പോയ വെള്ളം തന്നെ നമ്മൾ കുടിക്കേണ്ടി വരും. ആ മണങ്ങൾ നമ്മൾ ശ്വസിക്കേണ്ടി വരും. നമ്മൾ വേസ്റ്റ് കൊണ്ടിട്ടു, അതിൽ നിന്ന് വരുന്ന വെള്ളം കുഴിച്ച് നമ്മൾ തന്നെ കുടിക്കുക. അത് നമുക്കൊരു അസുഖം ഉണ്ടാകുന്നു. അപ്പോൾ നമ്മൾ ഇപ്പോഴും മറ്റുള്ളവരെ പറ്റി എത്ര നുണ പറഞ്ഞ് അവനെ വെറുപ്പിക്കാൻ പറ്റുമോ? ഇതാണ് പലരും ചിന്തിക്കുന്നത്. നമ്മളിലേക്ക് നോക്കുക, തെറ്റില്ലാത്ത ലോകത്തിൽ ആരും ഇല്ല. പരമാവധി അവരോട് സ്നേഹിച്ച് ഉപദേശിച്ച് നോക്കുക. പിന്നെ അവരെ പറ്റി പരമാവധി പറയാതിരിക്കുക, തിരുത്താൻ നോക്കണം. തെറ്റുകളുടെ തിരുത്താൻ നോക്കണം. അത് നമുക്ക് ആവശ്യമാണ്. അധർമ്മത്തെ ചൂണ്ടുന്ന ധർമ്മം തന്നെയാണ്. അല്ലെങ്കിൽ അധർമ്മങ്ങൾ കൂട്ടിക്കൊണ്ടുവരും. തെലി ആവശ്യമാണ്. എലി പറ്റി പെരുകിയാലോ നമ്മുടെ വെള്ളം കൊണ്ട് മുഴുവൻ നശിപ്പിക്കും അല്ലേ? എല്ലാവരും മിതമുണ്ട്. അമിതമാകുമ്പോൾ നമ്മൾ ചൂടേണ്ട ആവശ്യമാണ്.